മക്കളെ, ഇന്ന് നമുക്ക് ഒരു ആനുവൽ എക്സാമിൻ്റെ മോഡൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, जड़बड़ और नड़कड़ कहानी का यह अंश पढ़ें और 1 മുതൽ 3 വരെയുള്ള 1 से 3 तक के प्रश्नों के उत्तर लिखिए എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ജഡ്ബഡ് और नड़कड़ എന്ന പാഠം നമ്മൾ പഠിച്ചതാണ്. സർദിയാ അബി ശുരു नहीं हुई थी, मौसम साफ था, चटकीली धूप निकली हुई थी, दोनों भाई मजे में दौड़ते चले गए, नाला पार किया, बाग पार किया, गेट पार किया, बरगद को भी पीछे छोड़ दिया, लेकिन पोखर तक पहुँचते पहुँचते दोनों दिख गए और रुक गए. ചടുക്കീലി ധൂമേ വിശേഷൺ ശബ്ദ കോൻസാ ഹെ എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ചടുക്കീലി എന്നാണ് അതിൻ്റെ ആൻസർ. വിശേഷൺ ശബ്ദ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ചടുക്കീലി ധൂബിൽ ചടുക്കീലി വിശേഷൺ ശബ്ദ്. सही प्रस्ताव चुनकर लिखे आना അടുത്ത क्वेश्चन. बरगद तक पहुँचते पहुँचते दोनों बच्चे दिख गए, पोखर तक पहुँचते पहुँचते दोनों बच्चे दिख गए, बाग तक पहुँचते पहुँचते दोनों बच्चे दिख गए, गेट तक पहुँचते पहुँचते दोनों बच्चे दिख गए. ഏതാണ് ശരി? നമ്മളവിടെ വായിച്ചതാണല്ലേ, ബർഗദ് അല്ലേ. ബർഗദ് തക്ക് പहुँचते पहुँचते സോറി ലേക്കിൻ പോക്കർ തക്ക് പहुँचते दोनों दिख गए അല്ലേ. പോക്കറാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. രണ്ടാമത്തെ പോക്കർ തക്ക് पहुँचते दोनों दिख गए. ഇനി അടുത്ത നോക്കാം. दोनों भाई मजे में दौड़ते चले गए क्यों? രണ്ട് സഹോദരന്മാരും ആനന്ദത്തിൽ ഓടിപ്പോയി, ആനന്ദത്തോടെ ദൗഡത്തെ ചലേഗയെ ക്യൂം, എന്തുകൊണ്ടാണ് അങ്ങനെ അവർ വളരെയധികം ആനന്ദത്തോടെ ഓടിപ്പോയത് എന്നാണ് ചോദിച്ചത്. എന്താണ്? അവരുടെ വസ്ത്രം നനഞ്ഞതായിരുന്നു അല്ലേ. അപ്പോൾ ആ വസ്ത്രം ഉണക്കാൻ വേണ്ടി ഒരു ഐഡിയ കിട്ടി, അതാണ് അവർ അങ്ങനെ ഓടിയത്. ഉൻകാ കപ്പട ഗീലി ദി അപ്പനി കപ്പട സുഖാനെ കെ ലിയേ ദോനോ ബായി ദൗഡത്തെ ചലേഗയെ. അവരുടെ വസ്ത്രം നനഞ്ഞതായിരുന്നു, സ്വന്തം വസ്ത്രം ഉണക്കാൻ വേണ്ടിയാണ് രണ്ട് സഹോദരന്മാരും ഓടിപ്പോയത്. ഇനി അടുത്തത്, ജബ് ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്ന ലേഖനത്തിൻ്റെ ഭാഗമാണ്. ഇത് വായിച്ചിട്ട് 4 മുതൽ 6 വരെയുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എഴുതേണ്ടത്. ഏത് വരെ എന്നുള്ളത് ഇവിടെ ഉണ്ടായിരിക്കും കേട്ടോ. 4 മുതൽ 6 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. डिब्बे में बकरी के दूध से बना दही था और चम्मच हालांकि टूटा हुआ था, लेकिन उसके टूटे हाथे पर लकड़ी की गबच्ची धागे से बांध दी गई थी. वाइसरॉय लॉर्ड माउंटबेटन और उनकी पत्नी गांधी जी को देखते रह गए. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. സഹി വികൽപ്പ് ചുൻകർ ലിഖിയാണ്. ഉസ്കെ എന്നതിൻ്റെ ശരിയായ രൂപമാണ് നമ്മൾ എഴുതേണ്ടത്. വഹ് പ്ലസ് കെ ആണ് ഉസ്കെ അല്ലേ. വഹ് പ്ലസ് കെ, അതാണ് ശരിയായ രൂപം. ഇനി അടുത്ത നോക്കാം. വൈസ്രോയ് ലॉर्ड माउंटबेटन और उनकी पत्नी गांधी जी को देखते रह गए क्यों? എന്തുകൊണ്ടാണ് മൗണ്ട് ബാറ്റനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഗാന്ധിജിയെ തന്നെ നോക്കിക്കൊണ്ട് നിന്നത് എന്നാണ് ചോദിച്ചത്. ആൻസർ നോക്കാം. उनके साथ लाया गया बकरी के दूध से बना दही और टूटे चम्मच को देखकर. उनके साथ लाया गया, അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ബക്കരി കെ ദൂത് സേ ബന കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് സ്പേസ് വിടണം കേട്ടോ. ബക്കരി സേ ദൂത് സേ ബന, ആട്ടിൻ പാല് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ദഹി. ആർ ടൂട്ടെ ചമ്മച്ചിൻ്റെ ച എങ്ങനെയാണ്? ചമ്മച്ച്, സോറി നമുക്കറിയാലോ അതിൽ തെറ്റ് വന്നതാണ്. ചമ്മച്ചുക്കോ ദേക്കർ, ആ പൊട്ടിയ എന്താ പറയുക സ്പൂണും കണ്ടിട്ടാണ് വൈസ്രോയും അതുപോലെ തന്നെ വൈസ്രോയ് മൗണ്ട് ബാറ്റനും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് നിന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, അത് വേണം കണ്ടെഴുതിയാൽ മതി. വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൻ और उनकी पत्नी गांधी जी को देखते रह गए. അടുത്ത നോക്കാം. मान ले गांधी जी के साथ की पहली मुलाकात के बारे में वाइसरॉय ने अपनी डायरी में लिखी. वह डायरी लिखे. ഗാന്ധിജി കെ സാത്ത് കി പഹലേ മുലാഖാത്ത്, ഗാന്ധിജിയോടുള്ള ആദ്യ കൂടിക്കാഴ്ച, ഗാന്ധിജിയുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് വൈസ്രോയ് ഡയറി എഴുതുന്നു. അദ്ദേഹത്തിൻ്റെ ഡയറി നിങ്ങളോട് സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇവിടെ ഒരു മോഡൽ എഴുതിയത് നോക്കാം. ഡയറി എഴുതുമ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഞങ്ങൾക്ക് അറിയാലോ, അത് എഴുതുക. ഡേറ്റും അതുപോലെ ദിനാങ്കാണ് എഴുതേണ്ടത്, എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ അതുപോലെ തന്നെ ഒരു ഡേറ്റും അതുപോലെ തന്നെ ദിവസവും കൊടുക്കുക. ഗാന്ധിജി സെ ആജ് മുലാഖാത്ത് ഹുയി, ഇന്ന് ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടന്നു. ഉൻകോ ചായ് പാർട്ടി കെ ലിയെ ബുലായാ ഥാ, അദ്ദേഹത്തിനെ ചായ പാർട്ടിക്ക് വേണ്ടി വിളിച്ചതായിരുന്നു. ലേക്കിൻ ഉന്നെ നാസ്തെ സാത്ത് ലായാ ഥാ, പക്ഷേ അദ്ദേഹം നാസ്ത കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വേ സരൾ ജീവൻ ബിതാനെ വാലേ ഥേ, അദ്ദേഹം ലളിത ജീവിതം നയിക്കുന്ന ആളായിരുന്നു. മേം രാജനീതി കെ കയി ബാത്തേं സുനായി ലേക്കിൻ ഉന്നേൻ അൻമനാപ്പൻ പ്രകടിക്കിയ, ഞാൻ രാഷ്ട്രീയ കാര്യങ്ങൾ വളരെയധികം അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്തു, പക്ഷെ അദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം അന്മനാപ്പൻ പ്രകടിക്കിയ, അദ്ദേഹം ദുഃഖം പ്രകടിപ്പിച്ചു. അന്മനാപ്പൻ എന്ന് എഴുതാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഉദാസ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഉദാസ് പ്രകടിക്കിയ. പൂച്ചാത്തോ കഹാക്കി ഉൻകി ഗഡിക്ക് ചോരി ഹോഗി, ചോദിച്ചപ്പോൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വാച്ച് മോഷണം പോയി എന്നാണ്. लेकिन मेरे मन में अब भी यह समझ में नहीं आया कि एक पुरानी घड़ी के लिए जिंदगी के सबसे शानदार मौके का मजा क्यों नष्ट कर रहा है. ലേക്കിൻ മേരെ മന്മേ അബ് ബി യഹ് സമജ് മേ നഹി ആയാ കി, പക്ഷെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഏക് പുരാനി ഗഡി കെ ലിയെ ജിന്ദഗി കെ സബ്സേ ശാന്താർ മൗക്കേക്ക, ഒരു പഴയ വാച്ചിന് വേണ്ടി ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു അവസരത്തിൻ്റെ മസ ആനന്ദം ക്യോ നഷ്ടകരഹ, എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത്. പഴയ ഒരു പഴയ വാച്ച് നഷ്ടപ്പെട്ടു എന്ന കാര്യം അത് ഓർത്തിരുന്നിട്ട് നല്ലൊരു സന്തോഷമായിട്ടിരിക്കേണ്ട ആനന്ദകരമായിട്ടിരിക്കേണ്ട ഒരു സമയം എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നാണ് വൈസ്രോയ് പറയുന്നത്. ഐസി ഏക് വ്യക്തിക്കോ മേനെ പഹലെ കബി നഹീം ദേഖാത, ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഹിന്ദുസ്ഥാൻ മേ ശാസൻ കർണ സരൾ ബാത്ത് നഹി, അബ് മേ ക്യാ കരോം, ഇന്ത്യയിൽ ഭരണം നടത്തുക എന്നത് എന്താണ് ലളിതമായൊരു കാര്യമല്ല, എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല. അബ് മേ ക്യാ കരോം, ഇനി ഞാൻ എന്തു ചെയ്യും. അതാണ് വൈസ്രോയുടെ ഡയറി ആയിട്ട് എഴുതിയത്. ഓക്കെ, ഡയറിന്ന് ഇവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, നിങ്ങൾ ഡയറിന്ന് എഴുതണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽക്കർ ലിഖേ, ഇവിടെ തന്നിരിക്കുന്ന രീതി നോക്കിയിട്ട് ഈ സെന്റൻസിനെ മാറ്റിയതാണ് പറഞ്ഞ, മാതൃക നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. മേൻ തുമേം ലേ ജാത്താ ഹൂം, മേൻ തുമേ ലേ ജാഊങ്ക, ഹം കിസി തരഹ് പഹൂഞ്ച് ജാത്തേ ഹേ, ഹം കിസി തരഹ് പഹൂഞ്ച് ജായേംഗെ എന്നാണ് വരാം. ഹം കിസി തരഹ് പഹൂഞ്ച് ജായേംഗെ, പഹൂഞ്ചിൻ്റെ ജാ, പഹൂഞ്ച് ജായേംഗെ. ഇനി അടുത്തത് നോക്കാം. ജാഊങ്ക എന്നത് എന്ത് വരും, ജായേംഗെ, എ ആണ് കേട്ടോ വരിക. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, എ എന്നാണ് കേട്ടോ. ജായേംഗെ, എ ആണ് വരിക, ജായേംഗെ. ഇനി അടുത്തത് കബ് തക്ക് എന്ന കവിതയിലെ വരികളാണ് തന്നിരിക്കുന്നത്. അത് നോക്കിയിട്ട് 8 മുതൽ 10 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ്. 8ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മൂഹ് ജോഹ്ന, മൂഹ് ജോഹ്ന സെ തത്പര്യ ഹേ, മൂഹ് ജോഹ്ന എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതീക്ഷ കർണ, മൂഹ് ജോഹ്ന പറഞ്ഞാൽ പ്രതീക്ഷ കർണ. സമാനാശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം, ഇവിടെ തന്നിരിക്കുന്ന സമാനാശയവാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം എന്ന് തന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ ആശയം തരിക കേട്ടോ. അത് ശ്രദ്ധിക്കണം, അത് പല കുട്ടികളും അത് കാണാതെ പോകും. തൊട്ടടുത്ത ലൈനായിട്ട് തന്നെയാണ് അതിൻ്റെ ആശയം തരിക. അപ്പോൾ ഇത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതേ ആശയം വരുന്ന വരി ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തി എഴുതേണ്ടത്. 2 മാർക്കാണ് അതിന്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞാൽ 2 മാർക്കാണ് നിങ്ങൾക്ക് നഷ്ടമാവുക. अपना परिचय जानने के लिए दूसरों का इंतजार नहीं करो, സ്വന്തം പരിചയ ജാനനെ ദൂസരോം കാ ഇന്തസാർ നഹി കരോ, മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കരുത്, സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടി മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കരുത് എന്ന് പറയുന്ന വരികൾ ഏതാണ്. കബ് തക്ക് ജോത്തെ രഹോഗി അപ്പനി പഹ്ചാൻ ജാനനെ കെ ലിയെ ദൂസരോം കാ മൂഹ്, അല്ലേ? ഈ 3 ലൈനാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്.
ഇനി അടുത്തത് നോക്കാം. കവി ഓർ കവിത കാ ആശയ ദേത്തെ ഹുയ കവിതാംശ കാ ആശയ ലിഖിയേ. കവി ഓർ കവിത കാ, കവി ആരാണെന്നും അതുപോലെ തന്നെ കവിത ഏതാണെന്നൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കവിത ഏതാണ്, കവി ആരാണ് എന്നൊക്കെ നിങ്ങൾ എഴുതുന്നതിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് കവിതയുടെ ആശയം എഴുതാം. ആശയം എഴുതിയത് നോക്കാം. ये पंक्तियां आदिवासी कवयित्री वंदना टेटे से लिखा हुआ कब तक नामक कविता से लिया गया है. ഈ വരികൾ ആദിവാസി കവയിത്രിയായ വന്ദന ടേറ്റെ എഴുതിയിട്ടുള്ള കബ് തക്ക് എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ആരാണ് എഴുതിയതെന്നും ഏതാണ് കവിതയെന്നും അവിടെ കിട്ടിയില്ലേ. ഇസ് കവിത കാ മുഖ്യ സന്ദേശ് ആത്മസമ്മാൻ ഹേ. ഈ കവിതയുടെ പ്രധാന സന്ദേശം എന്താണ്? ആത്മാഭിമാനമാണ്. ദൂസരോക്കോ ഇന്തസാർ ന കർക്കേ, എന്നാന്നുള്ളൂ കേട്ടോ, ഈ വരല്ല കേട്ടോ. ദൂസരോക്കോ ഇന്തസാർ ന കർക്കേ, ദൂസരോക്കോ ഇന്തസാർ നെഹീം കർക്കേ എന്ന് എഴുതിയാലും മതി. നെഹീമിന്റെ ഷോർട്ടായിട്ടാണ് എന്നാ പറഞ്ഞത്. ദൂസരോക്കോ ഇന്തസാർ ന കർക്കേ അപ്പനെ ശക്തി और क्षमता को पहचान कर आत्मसम्मान से जीने की प्रेरणा देती है. ദൂസരോക്കോ ഇന്തസാർ ന കർക്കെ, മറ്റുള്ളവരെ പ്രതീക്ഷിച്ച് നിൽക്കാതെ, അപ്പനെ ശക്തി ഓർ ക്ഷമതാക്കോ പഹചാൻ കർ, സ്വന്തം ശക്തിയും അതുപോലെ തന്നെ കഴിവും തിരിച്ചറിഞ്ഞിട്ട് ആത്മസമ്മാൻസേ ജീനേക്ക് പ്രേരണ ദേത്തിയെ, ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള പ്രേരണയാണ് ഈ കവിതയിലൂടെ നൽകുന്നത്. പരിവർത്തൻ കേലിയെ ഗുദ് പ്രയാസ് കർണ ചാഹിയെ, പരിവർത്തനത്തിന് വേണ്ടി, മാറ്റത്തിന് വേണ്ടി, ജീവിതത്തിലെ മാറ്റത്തിന് വേണ്ടിയിട്ട് സ്വയം പ്രയത്നിക്കണം. കവിതാമേം അവതാരവും കെ ആഗമൻ പർ ഭരോസ കർണേ സെ മനാ കിയാ ഗയാ ഹെ. കവിതയിൽ അവതാരങ്ങളുടെ വരവിന് വേണ്ടിയുള്ള വിശ്വാസത്തിനെ വിലക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വേ ലോഗോം കോ അപ്പനി സമസ്യ കാ സമാധാൻ സ്വയം ढूंढने के लिए प्रेरित करती है. അവർ, അതായത് ഈ കവയത്രി, ലോകോങ്കോ അപ്പനി സമസ്യ കാ സമാധാൻ, ജനങ്ങൾക്ക് സ്വന്തം പ്രശ്നത്തിൻ്റെ പരിഹാരം സ്വയം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ढूंढने के लिए പ്രേരിത കത്തി, അതിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു, അതിനുള്ളൊരു പ്രേരണ നൽകുന്ന ഒരു കവിതയാണ് കബ് തക്ക് എന്നാണ് പറഞ്ഞത്. കവിത കാ മുഖ്യ സന്ദേശ് യഹ് ഹേ കി ആത്മസമ്മാൻ ജീവൻ മേ സബ്സെ മഹത്വപൂർണ്ണ ചീസ് ഹെ. കവിതയുടെ പ്രധാന സന്ദേശം എന്ന് പറയുന്നത് ആത്മാഭിമാനമാണ് ജീവിതത്തിലെ മഹത്വപൂർണമായ വസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് കവിതയുടെ ഏത് വരികൾ, കവിതക്കിലുള്ള ഏത് വരികൾ ചോദിച്ചു കഴിഞ്ഞാലും ഈ തന്നിരിക്കുന്ന ആശയം എഴുതാം. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഏതിലുള്ള ഏത് വരി ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് എഴുതി കൊടുക്കാം. 3 പാരഗ്രാഫായിട്ടാണ് നിങ്ങൾ കവിതയുടെ ആശയം എപ്പോഴും എഴുതേണ്ടത്. ഫസ്റ്റ് പാരഗ്രാഫ് നമ്മൾ കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതുക. അതുപോലെ തന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് എന്താണോ നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്ന 4 വരി, ആ 4 വരിൻ്റെ ആശയമാണ് എഴുതേണ്ടത്. അതിന് നിങ്ങൾ ഇത് തന്നെ എഴുതുക. പിന്നെ ലാസ്റ്റ് കൺക്ലൂഷനാണ്. അതിന് കവിത ബഹുത്ത് സുന്ദർ, ഒരു ഉപസംഹാരം കൊടുക്കണം. കവിത ബഹുത്ത് സുന്ദർ और ചിന്തനീയ भी है, सरल ഭാഷ का प्रयोग किया है. കവിത വളരെ സുന്ദരവും ചിന്തനീയവുമാണ്, ചിന്തിപ്പിക്കുന്നതാണ്. കവിത വളരെ സുന്ദരമാണ്, എങ്കിലും അത് വായനക്കാരെ ചിന്തിപ്പിക്കുന്നത് കൂടിയാണ്. സരൽ ഭാഷ കാ പ്രयोग किया है, ഇതിൽ ലളിതമായിട്ടുള്ള ഭാഷയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഈ 2 വരികൾ നിങ്ങൾക്ക് ഏത് കവിതയിൽ വേണമെങ്കിലും കൊടുക്കുക. അതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഉപസംഹാരമായിട്ട് ഇത് തന്നെ കൊടുക്കുക. അപ്പം നിങ്ങൾ ഈ തന്നിരിക്കുന്ന ആശയം അതുപോലെ തന്നെ പഠിക്കുക. കവിതക്ക് പോലെ ഏത് വരി ചോദിച്ചാലും എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രാജാർ വിദ്രോഹി എന്ന നാടകത്തിൽ നിന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. 11 മുതൽ 13 വരെയുള്ള ചോദ്യത്തിന് ഉത്തരമാണ് എഴുതേണ്ടത്. 11ാമത്തെ ചോദ്യം, രാജാർ വിദ്രോഹി നാടകക്കെ രചയിത കോൻ ഹെ. രാജാർ വിദ്രോഹി നാടകത്തിന്റെ രചയിത ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മംഗളേഷ് ഡർബാൽ, വന്ദന ടേറ്റെ, രവീന്ദ്രനാഥ് ടാഗോർ, മുക്തി ബോധ്. രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലേ. രാജാർ വിദ്രോഹി നാടകക്കെ മഞ്ജീകരൺ കി സൂചന ദേത്തി ഹുയി ഏക് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റർ നോക്കാം. പോസ്റ്റർ സ്കൂളിൻ്റെ പേര് എഴുതുക. ABC സ്കൂൾ എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. രാജാർ വിദ്രോഹി നാടക മഞ്ജീകരൺ
ആവോ ആവോ മസാലോ, മസാലോ എന്ന് എഴുതാം, മസാക്കാരോ എന്ന് എഴുതാം കേട്ടോ. സ്ഥാൻ സ്കൂൾ സഭാഗൃഹമാണ്, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. താരിഖ് 18/4/2025 കൊടുത്തത്. സമയ് സുബ 10 ബജെ, സബ്കാ സ്വാഗത്, ഹിന്ദി മഞ്ച് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ പോസ്റ്റർ. ഇനി അടുത്ത നോക്കാം. राजा और विद्रोही नाटक में राजेन राजा की भूमिका निभाता है. नाटक का अनुभव बताते हुए अपने मित्र के नाम രാജൻ കാ പത്ര ലിഖേ. രാജ ഓർ വിദ്രോഹി എന്ന നാടകത്തില് രാജനാണ് രാജാവായിട്ട് അഭിനയിച്ചത്. അപ്പൊ ആ നാടകത്തിന്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് രാജൻ അവന്റെ ഫ്രണ്ടിന് എഴുതുന്ന കത്താണ് നിങ്ങളോട് സങ്കല്പിച്ച് എഴുതാൻ പറഞ്ഞത്. അപ്പൊ എഴുതിയത് നോക്കാം. പത്ര സ്ഥാൻ താരിഖ് എഴുതുക. പത്രന്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കാൻ നിർബന്ധമായിട്ട് 2 മാർക്ക് പത്രന്റെ ഫോർമാറ്റ് ഉള്ളതാണ് കേട്ടോ. പത്ര സ്ഥാൻ താരിഖ്. പ്രിയ മിത്ര, തും കൈസേ ഹോ, ടീക്ക് ഹേ നാ, मैं एक खास बात बताने के लिए पत्र लिख रहा हूँ. एक പത്ര എന്നുള്ളൂ കേട്ടോ. एक പത്ര लिख रहा हूँ. ഇവിടെ പാന്ന് വന്നിട്ടുണ്ട്, പാന്ന് വേണ്ട, പത്ര. पिछले हफ्ते हमारे स्कूल में हम बच्चे രാജ और വിദ്രോഹി നാടക കേല. കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങൾ കുട്ടികൾ ചേർന്ന് രാജ और വിദ്രോഹി എന്ന നാടകം കളിച്ചു. पहले राजा होने के बात पर मैं और हेम के बीच में झगड़ा हुआ था. ആദ്യം രാജാവാകുന്ന കാര്യത്തെ ചൊല്ലി ഞാനും ഹേമും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. അന്ത് മേം ഹി രാജാബന. അവസാനം മേം ഹി രാജാബന, ഞാൻ തന്നെ രാജാവായി. തുംകോ ജാൻതാ ഹേ കി അഭിനയ് മേരാ കംസോരി ഹേ. നിനക്കറിയാവുന്നതല്ലേ അഭിനയം എൻ്റെ ബലഹീനതയാണ് എന്ന കാര്യം നിനക്ക് അറിയാവുന്ന, എൻ്റെ വീക്ക്നെസ് ആണെന്ന് പറയാണ്. രാജാ ബൻകർ അഭിനയ് കർന ബഹുത്ത് അച്ഛാത. രാജാവായി അഭിനയിക്കാൻ നല്ല രസമായിരുന്നു. രാജാ കി വേഷഭൂഷ, ജനതാ കാ ആധാർ, സബി മുझे പസന്ത് ആയ. രാജാവിൻ്റെ വേഷഭൂഷയും രാജമുകുട് എന്നും കൂടെ വേണമെങ്കിൽ ഇവിടെ ചേർക്കാം കേട്ടോ. രാജമുകുട്. അതുപോലെ തന്നെ ആദർ, ജനതാക്ക ആദർ, ജനങ്ങളുടെ ആദരവ്, ജനങ്ങളുടെ ബഹുമാനം, രാജാവിനോട് ജനങ്ങൾക്കുള്ള ആ ബഹുമാനം. സബി മുझे बहुत പസന്തായ, അതെല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അകലെ ചുട്ടിമേൻ തും ബി യഹാം ആവോ. അടുത്ത അവധിക്ക് നീയും കൂടെ ഇങ്ങോട്ട് വരൂ. ഹംകോ നാടക ഗേലി, നമുക്ക് നാടകം കളിക്കാം. ബോത്ത് മസാ ഹോഗ, വളരെ രസമായിരിക്കും, വളരെ ആനന്ദകരമായിരിക്കും എന്ന് പറയാണ്. അപ്പൊ അതാണ് ചെറുതായിട്ട് ഷോർട്ടായിട്ട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ലെറ്റർ എഴുതുക. ഇനി ലാസ്റ്റ് സേവാമേ നാം പദ അഡ്രസ് തുമാരാ മിത്ര ഹസ്താക്ഷർ നാം. ഹസ്താക്ഷർ എപ്പോഴും ഹസ്താക്ഷർ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ തന്നെ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ആ ലെറ്ററിന്റെ ഒരു മോഡൽ എഴുതിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോഷ്ടക സേ സഹി ശബ്ദ ചുൻകർ വാക്യ കോ ആകെ ബഠായേം എന്നാണ് പറഞ്ഞത്. ഗൗരവ് ജനതാക്കി, ഇത് 2 ചേർത്തിട്ടാണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നത്. കവി ലിഖ് രഹാ ഹേ, കവി ഗാഥ ലിഖ് രഹാ ഹേ. പിന്നെ എന്താണ്? കവി ഗൗരവ് ഗാഥ ലിഖ് രഹാ ഹേ അല്ലേ. കവി എന്ന് എഴുതുക, പിന്നെന്താണ്? ഗൗരവ് എന്ന് എഴുതുക, പിന്നെ ഗാഥ എന്ന് എഴുതുക. ഗൗരവ് ഗാഥ ലിഖ് രഹാ ഹേ. അടുത്ത സെന്റൻസിലേക്ക് കവി ജനതാക്കി ഗൗരവ് ഗാഥ ലിഖ് രഹാ ഹേ. കവി ജനതാക്കി എഴുതാ, പിന്നെ ഗൗരവ് ഗാഥ എഴുതാ. ജനതാക്കി ഗൗരവ് ഗാഥ ലിഖ് രഹാ ഹേ. ഓക്കെ, എഴുതിയിട്ടില്ല എന്നാ തോന്നുന്നത്, നോക്കട്ടെ. അത് എഴുതിയിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞതിനനുസരിച്ചിട്ട് ചെയ്യട്ടോ. കവി ലിഖ് രഹാ ഹേ, കവി ഗാഥ ലിഖ് രഹാ ഹേ, കവി ഗൗരവ് ഗാഥ ലിഖ് രഹാ ഹേ, കവി ജനതാക്കി ഗൗരവ് ഗാഥ ലിഖ് രഹാ ഹേ. ഇനി അടുത്തത് പടുക്കഥയാണ് അല്ലേ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പടുക്കഥയാണ്. സൂചന ബോൺസായി കവിത की पंक्तियां पढ़ें और
14 മുതൽ 15 വരെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞത്. 14ാമത്തെ ചോദ്യം, ബോൺസായി കിസ് വിധാക്കി രചനായ. ബോൺസായി ഏത് പ്രകാരത്തിലുള്ള രചനയാണ്? ഏതാണ്? കവിത. ഏതാണ്? കവിതയാണ് ബോൺസായി. സഹി മിലാൻ കരീം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. സഹി മിലാൻ കരീം. घर के ड्राइंग रूम में आंगन से गोद कर गड़ी बड़ी हसरत से धीरे धीरे. അത് നമ്മൾ മിലാൻ ചെയ്യുമ്പോൾ घर के ड्राइंग रूम में, घर के ड्राइंग रूम में बोनसाई में बदल हो गई എന്നല്ല, बोनसाई को सजा लिया, गमले में लगा दिया, आने जाने वालों बोनसाई को देख लिया. घर के ड्राइंग रूम में ബോൺസായി കോ സജാലിയ. അല്ലെ, വീട്ടിലെ ഡ്രോയിങ് റൂമില് ബോൺസായി അലങ്കരിച്ചു വെച്ചു. ആംഗൺ സേ ഗോദ്കർ ഗമലേമേം ലഗാദിയ. മുറ്റത്ത് നിന്നും കിളച്ചെടുത്തിട്ട് പറിച്ചെടുത്തിട്ട് ചെടിച്ചട്ടിയിൽ വെച്ചു. ഗമലേമേം ലഗാദിയ. ബഡി അസറത്ത് സേ ആനെ ജാനെ വാലോംനെ ബോൺസായി കോ ദേഖ് ലിയ. വളരെയധികം ആശ്ചര്യത്തോടെ വരുന്നവരും പോകുന്നവരും ഒക്കെ ബോൺസായിയെ നോക്കി നിന്നു. ധീരെ ധീരെ മേ ബോൺസായി ബദൽ തബ്ദീൽ ഹോ ഗയി. പതുക്കെ പതുക്കെ ഞാൻ ബോൺസായി ആയി മാറി. घर के ड्राइंग रूम में बोनसाई को सजा लिया, आंगन से गोद कर गमले में लगा दिया, बड़ी हसरत से आने जाने वालों ने बोनसाई को देख लिया, धीरे धीरे में बोनसाई में तब्दील हो गई. ഓക്കെ, അപ്പം അങ്ങനെയാണത് സഹി മിലാൻ ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രാജാ और വിദ്രോഹി നാടക യംശ പടയും ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയും. 16ഉം അതുപോലെ തന്നെ 17ഉം ചോദ്യത്തിന്റെ ആൻസറാണ് നമ്മൾ ഇവിടെ നിന്ന് എഴുതേണ്ടത്. രാജാ और വിദ്രോഹി ഈ ഭാഗം വായിച്ചതിന് ശേഷം ऐसे बदमाशों को तुम सजा क्यों नहीं देते, यह ऐसे बदमाशों को तुम सजा नहीं देते यह किसका कथन है. ഇത് ആരാണ് പറഞ്ഞതെന്നാണ് 16ാമത്തെ ചോദ്യം. 16ാമത്തെ ചോദ്യത്തിൽ ഇവിടെ തന്നെ ഉണ്ടല്ലേ, ന്യായാധീശ്. ഐസെ ബദ്മാശോं को तुम सजा क्यों नहीं देते, അതാരാണ് പറഞ്ഞത്? രാജയാണ് അല്ലെ, രാജ. അപ്പൊ അതിന് ആൻസർ എന്താണ്? രാജ. രാജാ വിദ്രോഹി നാടകമേം രാജാ की ചരിത്ര വിശേഷതാവും पर टिप्पणी लिखिएം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. രാജാ വിദ്രോഹി നാടകത്തിലെ രാജയുടെ ചരിത്രപ്പർ ടിപ്പണിന്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, നിങ്ങളത് നോക്കണം. ഓക്കെ. इस प्रसंग पर पढ़कथा का एक दृश्य तैयार करें എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ സൂചന നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പടുക്കഥ എഴുതണം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. പടുക്കഥ എഴുതിയത് നോക്കാം. പടുക്കഥ, ദൃശ്യ ഏകത സ്ഥാൻ രാജ്മഹൽ, സമയ് സുബഹ് 10 ബജെ, പാത്ര രാജ, പിന്നെ അതുപോലെ തന്നെ ന്യായാധീശമാണുള്ളത്. രാജകീയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഏകദേശം 40 വയസ്സ്. അതുപോലെ തന്നെ ന്യായാധീശ് ഏകദേശം 43 വയസ്സാണ്. അത് നിങ്ങൾ സങ്കല്പിച്ച് എഴുതട്ടോ. ഇനി ജനതാക്കെ വ്യവഹാർ സെ കോപാകുൽ രാജ ന്യായാധീശ് രോഷ് പ്രകട് കർത്താ ഹെ. ജനങ്ങളുടെ സ്വഭാവത്തിൽ കോപാന്തനായ രാജാവ് ന്യായാധീശനോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നു. അതാണ് സന്ദർഭം. ഇനി സംവാദം നോക്കാം. രാജ, ന്യായാധീശ് ഐസെ ബദ്മാശോं को तुम സസാ ക്യോം നഹീ ദേത്തെ. രാജ ചോദിക്കുകയാണ്, ന്യായാധീശ് നിങ്ങൾ എന്താണ് ഈ ബദ്മാശുക്കൾക്ക് ശിക്ഷ നൽകാത്തത്? ന്യായാധീശ്, ഇസ്ലിയേ കി ന്യായ് ഉൻകേ ഹാത്ത് മേ ഹേ. ഇതുകൊണ്ടാണ് ന്യായം അവരുടെ പക്ഷത്താണുള്ളത്. രാജ, അപ്പൊ മേ അപരാധി ഹേ, അപ്പൊ ഞാനാണോ അപരാധി? ന്യായാധീശ്, ആ മഹാരാജ് ആപ്പ് ഗാമോഷ് രഹിയേ. ഗാമോഷിന്റെ ഗ ഇങ്ങനെയല്ല കേട്ടോ, രാവാഗ ഗാമോഷ്. നിങ്ങൾ ആ പാർത്ത് പഠിച്ചല്ലേ, രണ്ടാമത്തെ ഗ ഉണ്ടല്ലോ, ജായും വായും കൂടെ കൂടിയ, അതാണ് കേട്ടോ. എന്താണ് പറയണത്? ഹാ മഹാരാജ് ആപ്പ് ഗാമോഷ് രഹിയേ. അതേ മഹാരാജ്, താങ്കൾ നിശബ്ദനാവണം. രാജ, ക്യാ ബാത്ത് ഹേ ക്യോം, എന്താണ് കാര്യം, എന്തിന്? ന്യായാധീശ്, ക്യോങ്കി പൂരി സേന ബി ഇൻകേ
സാത്ത് ഹേ. എന്തുകൊണ്ടെന്നാൽ സൈന്യം മുഴുവൻ അവരുടെ പക്ഷത്താണ്, അതുകൊണ്ട് താങ്കൾ മിണ്ടാതിരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയാണ്. രാജ ടീക്ക് ഹേ മേം രാജമുകുട് ഉദാർക്കർ ജാത്താവും. ശരി, ഞാൻ രാജകിരീടം അഴിച്ചു വെച്ചിട്ട് പോകുന്നു. അപ്പം നമ്മുടെ പടുക്കഥ അവിടെ അവസാനിച്ചു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെയുള്ള പടുക്കഥ, ഡയറി, പത്രം അതൊക്കെ നിങ്ങൾ സങ്കല്പിച്ച് എഴുതേണ്ട കാര്യമാണ് കേട്ടോ. അതുപോലെ ഒരു സങ്കല്പിച്ച് എഴുതിയതാണ് ഇവിടെ കാണിച്ചത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. രാജാർ വിദ്രോഹി നാടക ആധാർ പർ 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. 4 ശരിയായിട്ടുള്ള പ്രസ്താവന എഴുതാനാണ് പറഞ്ഞത്. 18 രാജ ലഡായി കർണ ചാത്തേ ഹേ. രാജാവ് യുദ്ധം ലഡായി കർണ ചാത്തേ ഹേ. ദർബാരി കവി വിജയി ജനതാ കി ഗൗരവ് ഗാഥ ലിഖ്താ ഹേ. രാജാവ് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ശരിയാണല്ലേ, യുദ്ധം കാണാനും യുദ്ധം ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളാണ് ആര്? രാജാവ്, നമ്മുടെ ഈ നാടകത്തിലുള്ള. ദർബാരി കവി വിജയി ജനതാക്കി ഗൗരവ് ഗാഥ ലിഖ്താ ഹേ. കൊട്ടാരം കവി വിജയിച്ച ജനങ്ങളുടെ ഗൗരവ് ഗാഥ എഴുതുകയാണ്. ശരിയാണ്. രാജ ലഡായി കർണ നഹീം ചാത്തേ. രാജാവ് യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. ജനത മഹാരാജസെ ലഡ്ന നഹീം ചാത്തേ. ജനങ്ങൾ മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ശരിയാണ്. ജനങ്ങൾ പറയുന്നുണ്ടല്ലേ, ഞങ്ങൾക്ക് ആരെയും പേടിയില്ല, പക്ഷെ ജനങ്ങൾ പറയാണ് ഞങ്ങൾ രാജാവിനോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. ഞങ്ങൾ ഭയമില്ലാത്തവരാണെങ്കിലും രാജാവുമായിട്ട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് ശരിയാണ്. അദാലത്ത് മേ ന്യായ് ആർ അന്യായ് കാ ഫൈസല ഹോത്താ ഹേ. ശരിയാണ്. ജനത മഹാരാജസെ ലഡ്ന ചാത്തേ ഹേ. തെറ്റാണ് അല്ലേ, ജനങ്ങൾ മഹാരാജാവിനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. തെറ്റാണ്. 4 ശരിയായിട്ടുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. 4 സഹി പ്രസ്താവാണ് പറഞ്ഞത്. അപ്പം 4 ശരിയായിട്ടുള്ള നമുക്ക് കിട്ടി. 1 2 3 4 അല്ലേ, 4 ശരിയായിട്ടുള്ള നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. നന്നായിട്ട് നോക്കി പഠിക്കുക. ഏകദേശം എല്ലാ മോഡലും ഇതിൽ വന്നിട്ടുണ്ട്. ചരിത്രപര ടിപ്പണി ഉണ്ട്, അതുപോലെ തന്നെ പടുക്കഥയുണ്ട്, വാർത്താലാപ്, ഡയറി, പത്രം എല്ലാം നമ്മൾക്ക് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്നും ഏകദേശം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത് കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തായാലും ഒരു 15-20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് കണ്ടിട്ട് പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക.